ഹലോ കൂട്ടുകാരെ, ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല, നമ്മുടെ കിച്ചൺ റിനോവേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്നിടുന്നത്. അപ്പം നമ്മൾ നേരത്തെ തന്നെ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ അടുക്കള കേട്ടോ. ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ പണിഞ്ഞിട്ട് ഒരു 5-6 വർഷം ആവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തത് നേരത്തെ ഒരു വർക്ക് ഏരിയ ഉണ്ടായിരുന്നു, അല്ലാതെ ഒരു ചെറിയ അടുക്കളയായിട്ടായിരുന്നു. വർക്ക് ഏരിയയിൽ നമ്മൾ പുകയില്ലാത്ത അടുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളത് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ അതവിടെ വേസ്റ്റായിട്ട് ആയിപ്പോയി. പിന്നെ അതങ്ങനെ തന്നെ അവിടെ കിടക്കുമായിരുന്നു, അതൊന്നും ഉപയോഗിക്കാതെ. പിന്നെ ജനൽ ചെറുതായിരുന്നു, അപ്പോൾ കുറച്ച് വലിയ ജനലാക്കണം. പിന്നെ ഈ വർക്ക് ഏരിയയും കിച്ചണും കൂടി ഒറ്റ ഇതായിട്ടാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. നമ്മുടെ കിച്ചൺ വളരെ ചെറുതാണ് കേട്ടോ, കുറച്ച് 2 പേർക്ക് കറക്റ്റായിട്ട് നിൽക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് പഴയ കിച്ചൺ. ഇതിൻ്റെ നമ്മൾ താഴെ കബോർഡ് വർക്ക് നേരത്തെ ചെയ്തതായിരുന്നു. ഇത് കബോർഡ് വർക്കല്ല, മോഡേൺ കിച്ചണാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ സ്ലാബ് നമ്മൾ പണിഞ്ഞതല്ല, അല്ലാതെ തന്നെ മോഡേൺ കിച്ചണായിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ പൊളിക്കുവാണ് കേട്ടോ. പൊളിച്ചിട്ട് ഇത് ഒറ്റ അടുക്കളയാക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വാട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പൊളിച്ചതിന് ശേഷം മുകളിൽ സ്ലാബ് പണിഞ്ഞതാണ്. മുകളിൽ സ്ലാബ് പണിഞ്ഞിട്ടുണ്ട്. പണിഞ്ഞതിന് ശേഷം ഇവിടെ 2 ജനൽ പണിയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2 ജനൽ ഇവിടെ വെച്ചിട്ടുണ്ട്, ഇത് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡ് സ്ലാബൊക്കെ പണിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ റിനോവേഷൻ വർക്ക് ചെയ്തു തന്നത് നമ്മളൊരു ഹസ്ബൻഡിൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ സുഹൃത്തിൻ്റെ പേര് വിനോദ് എന്നാണ്. അപ്പോൾ വിനോദേട്ടൻ ഒരു കോൺട്രാക്ടറാണ്, പുള്ളിയാണ് ഇതെല്ലാം നല്ല രീതിയിൽ ഞങ്ങൾക്ക് ചെയ്തു. ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടപ്രകാരമാണ് ചെയ്തു തന്നിരിക്കുന്നത്. എന്നാൽ ഇവിടെ ചക്കുളത്തുകാവിലുള്ള ആളാണ് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് പുള്ളി എല്ലാം ചെയ്തു തന്നിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടപ്രകാരമാണ് ചെയ്തു തന്നിരിക്കുന്നത്. ഇപ്പം നമ്മളിപ്പം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നോ എന്ന് പറയത്തില്ല, അത് ചെയ്തു തരാമെന്ന് തന്നെ പറയത്തുള്ളൂ കേട്ടോ. ആ ഒരു ക്വാളിറ്റി എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് വേണം അത് വേണമെന്നൊക്കെ പറയുമ്പോൾ ശരി അതിനെന്താ ചെയ്യാമല്ലോ അങ്ങനെ പറയത്തുള്ളൂ. അപ്പം എൻ്റെ ഒരു ഇഷ്ടങ്ങൾ പറയുമ്പോഴും അതെല്ലാം ആ അടുക്കളയിൽ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ജനലൊക്കെ വെച്ചതിന് ശേഷം ടൈലൊക്കെ ഒട്ടിച്ച്, ടൈൽ ഒട്ടിക്കുന്നതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ടൈലൊക്കെ ഒട്ടിച്ചതിന് ശേഷമാണ് കേട്ടോ ഇത്. ഇനി താഴെയും കൂടി വർക്കുണ്ട്. താഴെ ഇനി ഒന്ന് തേച്ചിട്ട് താഴെ ഒന്ന് തേക്കാനുണ്ട്. പിന്നെ അതിന് ശേഷം കബോർഡ് വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ കബോർഡ് വർക്ക് ചെയ്യുന്നത് അലുമിനിയം ഫാബ്രിക്കേഷനാണ്. അപ്പോൾ നമ്മുടെ ഈ സിങ്കൊക്കെ ഓൺലൈൻ വഴി മേടിച്ചതാണ് കേട്ടോ. അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഓൺലൈൻ വഴി മേടിച്ചതാണ്. സാധാരണ ഓൺലൈൻ വഴി മേടിക്കുമ്പോൾ എല്ലാവർക്കും പേടിയുണ്ടാവും, നല്ല സാധനമാണോ വരുന്നതെന്നൊക്കെ. പക്ഷേ എനിക്കിപ്പം ഞാൻ മേടിച്ചത് നല്ലതായിരുന്നു കേട്ടോ, നല്ല ക്വാളിറ്റിയുള്ള സാധനമായിരുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയാണ് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ മേളിലത്തെ വർക്കൊക്കെ കഴിഞ്ഞിനി പെയിൻറ്റിങ്ങും
പിന്നെ ഈ കബോർഡ് വർക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കബോർഡ് വർക്ക് ചെയ്യുന്നതും നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ അതേ ഒരു പരിചയത്തിലുള്ള ഒരാൾ തന്നെയാണ്, ദിനിലെന്ന് പറഞ്ഞൊരാളാണ്. അപ്പോൾ ഈ വിനോദേട്ടൻ്റെയും പുള്ളി ഈ കബോർഡ് വർക്ക് ചെയ്യുന്ന ആളുടെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. നിങ്ങളിവിടെ അടുത്തുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് പണി ഇഷ്ടപ്പെട്ടു ഭംഗിയായിട്ട് കിടപ്പുണ്ടെന്ന് കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഇവരുടെ വീട് കറക്റ്റായിട്ട് ചക്കുളത്ത് അമ്പലത്തിൻ്റെ ആ ഭാഗത്തൊക്കെയാണ്. അപ്പോൾ അവിടെ അടുത്തുള്ളവർക്ക് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ചെയ്തു തരും. അപ്പോൾ ഇതാ കബോർഡ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ല സ്റ്റൈലായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അടുക്കളയുടെ വർക്കൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കിതിനകത്ത് പെയിൻറ്റിങ് ഉണ്ട്. പിന്നെ തറയിൽ കുറച്ച് സിമെൻറ്റിൻ്റെ ഇതൊക്കെ വീണിട്ടുണ്ട്, അതൊക്കെ ഉരച്ച് കളയണം. അപ്പോൾ അത് ലാസ്റ്റ് നമ്മുടെ കിച്ചണിൻ്റെ ഇതാണ് കേട്ടോ ഈ കാണുന്നത്. ലൈറ്റൊക്കെ വെച്ച് തന്ന് നല്ല സൂപ്പറായിട്ട്. അപ്പോൾ ലൈറ്റൊക്കെ ചെയ്തിരിക്കുന്നത്, എൻ്റെ ഇലക്ട്രിക് പണിയൊക്കെ ചെയ്തിരിക്കുന്നത് ഷിബു എന്ന് പറഞ്ഞ ആളാണ്. അതും നമ്മുടെ ഈ വിനോദേട്ടൻ്റെ അതേ ഇലക്ട്രീഷ്യനാണ് കേട്ടോ. നല്ല പുള്ളിയാണെങ്കിൽ നമ്മുടെ ഇഷ്ടപ്രകാരമാണ് വർക്കെല്ലാം ചെയ്തു തന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ലൈറ്റൊക്കെ ആണെങ്കിലും ഞാൻ ഇവിടെ ലൈറ്റ് ഇടണം എന്നൊക്കെ പറയുമ്പോൾ ഒരു മടി കൂടാതെയും ഇല്ലെങ്കിൽ അതിനകത്തൊരു എതിർപ്പ് പറയാതെയും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ എല്ലാ വർക്കുകളും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കിച്ചൺ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണല്ലേ, നല്ല രീതിയിലുള്ളൊരു കിച്ചൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഇതുപോലെ നല്ലൊരു കിച്ചൺ വേണമെന്നുള്ളത്. നേരത്തെ എനിക്ക് ചെറിയൊരു കിച്ചണായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ആഗ്രഹം പോലെ തന്നെ വലിയൊരു കിച്ചണുമായി നല്ല ഭംഗിയായിട്ട് കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളൊരു കിച്ചണായി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.